നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. ഒട്ടനവധി കഥാസന്ദർഭങ്ങൾ രാമായണത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചു. അഗസ്ത്യമുനിയുടെ ജീവിതവും നമുക്ക് ഒരു സന്ദർഭവശാൽ മനസ്സിലാക്കി തരും. അഗസ്ത്യസ്തുതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ജടായുവിനെ നമുക്ക് കാണാൻ സാധിച്ചേ ഉള്ളൂ. ജടായുവിനെ നമുക്ക് ഇനിയും മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. അത് നമുക്ക് രാവണ സീത കട്ടുകൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ പഞ്ചവടിയിലേക്ക് താമസം നോക്കുന്ന സമയത്ത് ലക്ഷ്മണനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം ഊണും ഉറക്കവും കളഞ്ഞ് 14 വർഷം തൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനം തൻ്റെ ജ്യേഷ്ഠനു വേണ്ടി മാറ്റിവെച്ച് ജ്യേഷ്ഠത്തിയമ്മയ്ക്ക് വേണ്ടിയിട്ട് കൂടി മാറ്റിവെച്ച ലക്ഷ്മണനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പഞ്ചവടിയിൽ ഗംഭീരമായ പ്രകൃതി രമണീയമായ ആ സ്ഥലം അത് മനസ്സിലാക്കുവാനും അവിടെ താമസിക്കാനുള്ള ഉചിതമായ സ്ഥലമാണ്, ഘോരമൃഗങ്ങൾ വരാത്ത സ്ഥലമാണ് എന്നെല്ലാം പറഞ്ഞതിലൂടെ, ഋഷീശ്വരന്മാർ പറഞ്ഞതിലൂടെ അവിടെ ഗംഭീരമായ ഒരു പർണശാല അവിടെ പണിയുന്നുണ്ട് അല്ലേ. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം സുസ്ഥിരമായ സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്, വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരന്മാരുടെ കൂടെയൊക്കെ താമസിച്ചു, സ്വതന്ത്രമായിട്ട് അവരുടെ കൂടെ യാത്ര ചെയ്യാനും എല്ലാത്തിനും. പക്ഷേ ജീവിതത്തിലേക്ക് നമ്മൾ കല്യാണം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കഴിഞ്ഞപ്പോൾ അവിടെയും നമുക്ക് വീണ്ടും ഒരു ചട്ടക്കൂടുകളിലേക്ക് വരുന്നു. എനിക്കും ഒരു താമസ സൗകര്യം വേണമെന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഞാനിവിടെ രാമൻ്റെ ആ ഭാഗമല്ല പറയുന്നത്, ഇപ്പോഴത്തെ ഏജ് ഗ്രൂപ്പ് ആൾക്കാരുടെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ അതിൻ്റെ ചർച്ചകൾ വന്നപ്പോൾ ആ ചർച്ചകൾക്ക് ഇടയിൽ പലതും വ്യക്തിയെ വിമർശിക്കാറുണ്ട്. ഇപ്പം നിനക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് പോകണമെന്നുള്ള ചിന്തയായി, ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ളതാണ്, ഞങ്ങളെയൊന്നും വേണ്ടാതായി എന്നെല്ലാം പറഞ്ഞ് വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ, ഒരുപാട് കുടുംബാംഗങ്ങളെ അറിയാൻ സാധിക്കും. ആ സമയത്ത് സ്വത്ത് തർക്കങ്ങൾ, അഥവാ സ്വന്തമായിട്ട് വീട് സ്ഥലം വാങ്ങി വേറെ സ്ഥലത്തേക്ക് മാറിപ്പോവാനുള്ള സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിൽ അവർ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതില്ലാത്തവർ എന്ത് ചെയ്യും? തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പങ്ക് കിട്ടിയാൽ അതിൽ നിന്നും എനിക്ക് നല്ല രീതിയിൽ വീട് വയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ലോൺ എടുത്തുകൊണ്ട് വീട് വയ്ക്കാൻ സാധിക്കും എന്നെല്ലാം പറഞ്ഞ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം അടുത്തടുത്ത് തന്നെ വീട് വയ്ക്കാമെന്ന് ചിന്തിക്കുന്ന പോലും ഇപ്പോൾ വേണ്ട എന്ന് വെച്ച് ദൂരത്ത് പോയിരിക്കുന്നതാണ് ബന്ധുത്വത്തിന് ഏറ്റവും ഗുണമെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ കൂടെ അടുത്തുണ്ടാവാനുള്ള ആൾക്കാർ പോലും അകൽച്ചയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, പഞ്ചവടിയിൽ താമസിക്കാൻ തുടങ്ങിയ ശ്രീരാമചന്ദ്രൻ അവിടെ ലക്ഷ്മണൻ പണിതുയർത്തിയ തൻ്റെ പർണശാല കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ്. ഏതെല്ലാം മരങ്ങളാണ് ഏതെല്ലാം മുറികളിൽ ഉപയോഗിക്കേണ്ടത് എന്ന് വരെ കൃത്യമായിട്ട് ലക്ഷ്മണൻ അനുസരിച്ച്, വാസ്തുവിദ്യ അനുസരിച്ച് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, ആശ്ചര്യത്തോടു കൂടി ലക്ഷ്മണൻ ചെയ്ത ഈ പ്രവർത്തനത്തെ കണ്ടുകൊണ്ട് ആ ശ്രീരാമചന്ദ്രൻ ആശ്ചര്യത്തോடு എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ലക്ഷ്മണ, ഞാനും നീയും ഒരുമിച്ച് തന്നെയാണല്ലോ ആ അസ്ത്രവിദ്യകളും ശാസ്ത്രവിദ്യകളെല്ലാം പഠിച്ചത്. പിന്നെ ഈ വാസ്തുവിദ്യ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൃഹനിർമ്മാണ വിദ്യ നീ എവിടെ നിന്നാണ് പഠിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിന്തിച്ച് നോക്കണേ. അപ്പോൾ ഒരാളെ പ്രശംസിക്കാൻ സാധിക്കുന്ന ആ ഒരു മേഖല അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കണം. കളിയാക്കാനല്ല, ഉയർത്തുവാനാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്.
കാരണം കളിയാക്കാൻ വേണ്ടിയിട്ടും പലരും പല രീതിയിലും പറയാറുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ അനിവാര്യമായ ഘടകമാണ്. അങ്ങനെയുള്ള പർണശാല നിർമ്മിച്ചതിന് ശേഷം അവിടെ ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലക്ഷ്മണ ഉപദേശം. ആ ലക്ഷ്മണൻ എന്താണ് സത്യം, ബ്രഹ്മസത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു എന്നാണ്. അപ്പോൾ എന്താണ് മുക്തിയുടെ മാർഗം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ മുക്തിയുടെ അല്ലെങ്കിൽ മോക്ഷത്തിൻ്റെ മോക്ഷത്തെ കാംക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അറിവിനെ ശ്രീരാമചന്ദ്രൻ പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗം അല്ലേ. നേരത്തെ ലക്ഷ്മണോപദേശം നമുക്ക് 2 സ്ഥലങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അവിടെ അച്ഛനെതിരെ വാളൂരിൽ പോയപ്പോൾ വത്സസ്വാമിത്രേ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ശിഷ്യനായി നിന്നുകൊണ്ട്, അതായത് ജ്യേഷ്ഠൻ അനുജൻ എന്ന് മാത്രമല്ല, തൻ്റെ അനുജൻ ശിഷ്യ സമ്പാദ്യത്തിന്, അറിവിൻ്റെ സമ്പാദ്യത്തിന് വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആ മുക്തി എങ്ങനെയാണോ ചെയ്യേണ്ടത്, മോക്ഷം എങ്ങനെയാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ശ്രീരാമൻ്റെ ദൗത്യത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ അത് കേട്ട് മനസ്സിലാക്കി അതിന് ഉചിതമായ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് ലക്ഷ്മണനെ മോക്ഷത്തിലേക്ക് ഏതെല്ലാം സാധനകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ലക്ഷ്മണോപദേശത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പർണശാലയിൽ സുഖസുന്ദരമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അല്ലേ. നമുക്ക് വേണമെങ്കിൽ 31 ദിവസം കൊണ്ട് രാമായണം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് രാമായണത്തെ വായനയിലൂടെ എല്ലാവർക്കും എത്തിക്കാം. പക്ഷേ 14 വർഷത്തെ യാത്ര, അതുപോലെ ശ്രീരാമൻ്റെ ജീവിതം ആദ്യം മുതൽ, അല്ലെങ്കിൽ ദശരഥൻ്റെ തുടങ്ങി ശ്രീരാമൻ്റെ ജീവിതം തുടങ്ങി ശ്രീരാമൻ്റെ സരയൂ നദീ പ്രവേശം അല്ലെങ്കിൽ സ്വധാമത്തിലേക്ക് എത്തുന്നത് വരെയുള്ള ജീവിതം നമുക്ക് 32 ദിവസങ്ങളിലായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെയും സമയത്തിൻ്റെ പരിധി കുറച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ മുമുക്ഷുക്കളായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. മനുഷ്യാണാം സഹസ്രേഷു എന്ന് പറയാറുണ്ട്. മനുഷ്യന്മാർ പലതരത്തിലുണ്ട്, സഹസ്രങ്ങളുണ്ട്, ആയിരങ്ങളാണ്. അപ്പം അവരുടെ ആയിരങ്ങളുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്? 1000 സ്വഭാവങ്ങളാണ്. എല്ലാവരും ഒരേപോലെ ആയിരിക്കും. എപ്പോഴും ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ 5 വിരലും ഒരേപോലെയല്ല. പക്ഷെ 5 വിരലും ഒരേപോലെ ആയിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാനോ കൊടുക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ അതിനനുസരിച്ച് നമ്മളെ ശരീരം പോലും അത്രയും അധികം ശ്രേഷ്ഠമാക്കി എടുത്തുന്നുണ്ട്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ പറയാറുണ്ട്, എങ്ങാനും നമ്മുടെ മുഖത്തിൻ്റെ മൂക്കിൻ്റെ ഭാഗം ഒന്ന് തലതിരിഞ്ഞു പോയാൽ, മൂക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. ആ മുഖത്തിന് എത്ര ഭംഗി ഉണ്ടാവും. അപ്പോൾ ചെവി ഇങ്ങനെ വേണം, കണ്ണിങ്ങനെ വേണം, വായ ഇങ്ങനെ വേണം, നെറ്റിത്തടം ഇങ്ങനെ വേണം, താടി ഇങ്ങനെ വേണം എന്ന് കൃത്യമായിട്ട് ഒരു മാർഗം നമുക്ക് പകർന്നു തരുന്നത് നമുക്ക് ഒരു മനുഷ്യരൂപത്തെ കാണുന്നുണ്ട്. നേരെ മറിച്ച് ആ മനുഷ്യരൂപത്തിൽ മൂക്കൊന്ന് തിരിഞ്ഞു പോയാൽ, മഴയത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ മഴയത്ത് പോകുന്ന സമയത്ത് മൂക്കിലൂടെ വെള്ളം കയറി നമുക്ക് നിത്യേന, അല്ലെങ്കിലേ മഴ നനഞ്ഞാൽ നമുക്ക് ജലദോഷമുണ്ട്. ഇപ്പോൾ വീണ്ടും ജലദോഷത്തിലേക്ക് നമുക്ക് കൂടുതലായിട്ട് മൂക്കിനകത്തേക്ക് വെള്ളം തട്ടുന്ന സമയത്ത്, വായു പോകുന്ന സമയത്ത് അല്ലേ, കൃത്യമായി ശ്വാസോച്ഛ്വാസ ക്രമീകരണങ്ങൾ നടത്താൻ പോലും നമുക്ക് ഒന്ന് മാറിപ്പോകും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, സമൂഹത്തിൽ ഒരുപാട് ഭിന്നശേഷിയുള്ള ആൾക്കാരുണ്ട്. ദിവ്യാംഗന്മാർ എന്നാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പറയുക. അതായത് നമ്മൾ അവരെ വികലാംഗന്മാർ എന്ന് പറയാല്ലാതെ അവർക്ക് ദിവ്യ അംഗത്തോടു കൂടിയുള്ള ആൾക്കാരാണ്. അത് ചിലപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് വിഷമമുള്ള ആൾക്കാരെ, പക്ഷേ പരിപാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ അത് ശ്രേഷ്ഠരായിട്ട് അവരെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭിന്നശേഷിക്കാർക്ക് പോലും തൻ്റെ മുഖവും ശരീരത്തിൻ്റെ ഭാഗങ്ങളുമെല്ലാം
നല്ല രീതിയിൽ വരുന്നുണ്ട്, അവർക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിൽ വരുന്നുണ്ട്, അല്ലേ? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ചിന്തിക്കേണ്ടത്, ഭഗവാൻ നമുക്ക് കഴിഞ്ഞ ജന്മത്തിൻ്റെ പുണ്യം കൊണ്ട് ഈ ജന്മത്തിലേക്ക് ആയുരാരോഗ്യ സൗഖ്യവും നമുക്ക് യഥാവിധി അനുസരിച്ച് നമുക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതിനകത്ത് നമുക്ക് ജ്ഞാനശക്തിയും എല്ലാം നമുക്ക് കിട്ടാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ ബ്രഹ്മവിദ്യയെ നമുക്ക് സ്വീകരിക്കണം. അപ്പം അതിനെന്ത് വേണം? ഒരു ശിഷ്യനായിരിക്കാൻ നമുക്ക് സാധിക്കണം, അല്ലേ? രാമായണം തുടക്കം തന്നെ നമുക്ക് കണ്ടു, ഉമാമഹേശ്വര സംവാദം. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് ഭഗവാൻ മഹേശ്വരൻ ഉത്തരം കൊടുക്കുന്നു. ഉമയായ പാർവതി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പതിയായ ഭർത്താവ് ആ ശിഷ്യസമ്പത്തെല്ലാം പകർന്നു കൊടുക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഇവിടെ നമുക്ക് ലക്ഷ്മണ ഉപദേശത്തിലൂടെ നമുക്ക് മുക്തി ലഭിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള മുക്തിയെ നമുക്ക് സ്വീകരിക്കുവാനും അതിൻ്റെ അറിവിനെ ശേഖരിക്കുവാനും നമുക്ക് സാധിക്കുക. അതിന് ഗുരു ശിഷ്യബന്ധം ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കണം. ആ ജ്ഞാനിയായ ഗുരുവിനെ നമുക്ക് കണ്ടെത്തുവാനും നമ്മുടെ കുട്ടികൾക്കും ആ ഗുരു കടാക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളെയും പറഞ്ഞു കൊടുക്കാൻ ഈ ലക്ഷ്മണോപദേശം നമുക്ക് ശ്രേഷ്ഠമാണ്, അല്ലേ? അപ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസത നമുക്കുണ്ടാവണം എന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിത്യജീവിതത്തിൽ ഒരു ഉപാസനാക്രമം, ഒരു തപസ്സിൻ്റെ ക്രമം, ഒരു ആരാധനാക്രമം, ഒരു ആചാരക്രമം എല്ലാം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ നിമിഷം നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജടായുവിനെയാണ് നമുക്ക് പ്രദാനം ചെയ്തത്. ആ ജടായു ആത്മത്യാഗത്തിൻ്റെ ആൾരൂപമായിട്ട് ജടായുവിനെ നമുക്ക് കാണുന്നു. ത്യാഗത്തിലൂടെയാണ് യഥാർത്ഥ സ്നേഹം തെളിയുന്നത് എന്ന് ഉത്കൃഷ്ടമായ ആത്മത്യാഗം, യഥാർത്ഥമായ സുഹൃത്ത് അപകടത്തിൽപ്പെടുന്ന സമയത്ത് സഹായം കൊടുക്കുന്ന ആളായിരിക്കും. അതിനുവേണ്ടി സ്വജീവൻ പോലും വെടിയുന്ന ഒരു വ്യക്തിയെ നമുക്ക്, അല്ലെങ്കിൽ ഒരു പക്ഷിശ്രേഷ്ഠനെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? തൻ്റെ സുഹൃത്ത് അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കി, തൻ്റെ സുഹൃത്തിൻ്റെ പുത്രനാണെങ്കിൽ പോലും അപകടത്തിലാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നിന്നും എന്താണ്, സ്വന്തം ജീവിതം പോലും ഒന്നും വിലമതിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാവുന്നു, അല്ലേ? ഇന്ന് നമുക്ക് ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഒരുപാട് കിട്ടുന്ന കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. പണ്ടൊരു കാര്യം അറിയണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് വായ്മൊഴിയിലൂടെ അറിയുള്ളൂ, അല്ലേ? ഇന്ന് നേരിട്ട് കാണാനോ നേരിട്ട് വീഡിയോ എടുത്ത് അയക്കാനോ ഉള്ള സംവിധാനമുണ്ടായി, അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് ഓരോ സമയത്തും നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിവെച്ച് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലേ? അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ജടായുവിനെ നമുക്ക് ഒരു പക്ഷിയാണ്, കഴുകനായിട്ടാണ്, മാംസങ്ങൾ കൊത്തി തിന്നുന്ന ഒരു വലിയൊരു പക്ഷിശ്രേഷ്ഠനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശവന്തീനി പക്ഷിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അരുണൻ്റെ പുത്രൻ ദശരഥൻ്റെ ഉറ്റമിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? അപ്പോൾ അതുവഴി രാമൻ്റെയും സീതയെയും നമുക്ക് അവിടെ ബന്ധുത്വം നിലനിർത്തുന്ന ആ സുഹൃത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയോ സീത തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് സീതയെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ പഞ്ചവടിയിൽ താമസിച്ചിരുന്ന സമയത്ത് ലക്ഷ്മണന് കൃത്യമായ മുക്തി ലഭിക്കാനുള്ള ഒരു സന്മാർഗം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് അവിടെ വരുന്ന ശൂർപ്പണഖയെ നമുക്ക് കാണാൻ സാധിക്കും. ശൂർപ്പണഖ എന്ന് പറയുന്ന സമയത്ത് വയറ് അധികം ഉന്തിക്കൊണ്ട്, അതായത് താൻ താഴേക്ക് നോക്കിയാൽ തൻ്റെ തള്ളവിരൽ പോലും കാണാത്ത രീതിയിലുള്ള വയറ് ഉന്തിക്കൊണ്ടിരിക്കുന്ന ആള്, കൈനഖങ്ങൾ കൂർത്തുമൂർത്ത് വളരെ വലുപ്പം കൂടിയ ആള്, നഖങ്ങളെ പോലും ഷാർപ്പാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ മറ്റുള്ളവരെ
പിടിച്ചു തിന്നുവാനുള്ള ആ ബലനിഷ്ഠമായ കൈകളിലുള്ള ആ ശൂർപ്പണഖ വരുന്നുണ്ട്. പക്ഷേ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നമുക്ക് കാണുമ്പോൾ സമയത്ത് ആ ശൂർപ്പണഖ വളരെയധികം സുന്ദരിയായിട്ട് വരുന്നു. കാരണം ശൂർപ്പണഖ ആകാശയാത്ര നടത്തുന്ന സമയത്ത് അവിടെ പാതുകങ്ങൾ, നടന്ന പാതുകങ്ങളെ കാണുന്നു. ആ പഞ്ചവടിയുടെ തീരത്തെത്തുന്ന സമയത്ത് അവിടെ ഭൂമിയിലൂടെ പാദസ്പർശങ്ങൾ ഏറ്റ ആ ഭൂമി, ആ പാദങ്ങളുടെ ആ കാഴ്ച കണ്ടപ്പോൾ ആ പാദങ്ങളെ വെച്ചുകൊണ്ട് ഒരു മഹാപുരുഷനാണ് എന്നുള്ള രീതിയിൽ അവിടെ എത്തിച്ചേരുകയാണ്. ആ പാദങ്ങളുടെ അടയാളം കണ്ടുകൊണ്ട് അവിടെ പഞ്ചവടിയിലെത്തുന്ന ശൂർപ്പണഖയെ നോക്കാൻ. ആ ശൂർപ്പണഖയാണ് അവിടെ പഞ്ചവടിയിലെത്തി രാമലക്ഷ്മണന്മാരെ കാണുന്നതും കണ്ട ഉടനെ ശ്രീരാമനോട് സ്നേഹം അഭ്യർത്ഥിക്കുന്നു. ഉടനെ സീതയെ തള്ളിപ്പറയുന്നു. ആ ഉടനെ തന്നെ അവിടെ നമുക്ക് സംവാദത്തിൽ ഏർപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ശ്രീരാമനെ തനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാം, കാമമോഹിനിയായ ശൂർപ്പണഖ നിമിഷം കൊണ്ട് ആ കാമത്തെ മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ശൂർപ്പണഖയെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലേ? അപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, ശ്രീരാമനെ അടുത്ത് ചെന്ന് കണ്ടു. ഇത്രയും മഹാപുരുഷനായിട്ട് കാണുന്ന ആ ശ്രീരാമചന്ദ്രനെ ഒന്ന് തൻ്റെ ഭർത്താവാൻ ക്ഷണിക്കുകയാണ്. ഒന്ന് ചിന്തിക്കാം, ശൂർപ്പണഖ തൻ്റെ ഭർത്താവായിരിക്കാൻ, താൻ ഇന്ന ആളാണ് എന്നും നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഈ പർണശാലയിലൊന്നുമല്ല, അതീവ ഗംഭീരമായ കൊട്ടാരത്തിൽ താമസിക്കാമെന്നും സുഖഭോഗങ്ങളൊക്കെ സ്വീകരിക്കാമെന്നുമെല്ലാം പറഞ്ഞ ശൂർപ്പണഖ രാമനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഏകപത്നി വ്രതനായ ശ്രീരാമചന്ദ്രൻ തൻ്റെ തപസ്സും ശക്തിയും ജ്ഞാനവും എല്ലാം വളരെ ശ്രേഷ്ഠമാക്കി എടുത്ത ശ്രീരാമചന്ദ്രൻ ഒരിക്കലും ശൂർപ്പണഖയെ തിരിഞ്ഞു പോലും ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു സൗന്ദര്യത്തിൽ ആകൃഷ്ടനാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അത്തരത്തിൽ ശ്രീരാമചന്ദ്രനെ വീണ്ടും ആകർഷിക്കാനുള്ള എല്ലാ കാര്യവും ചെയ്യുന്നു, എല്ലാ വാഗ്ദാനങ്ങളും നൽകുന്നു. പക്ഷേ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, നീ വേണമെങ്കിൽ ഞാൻ ഏകപത്നി വ്രതയാണ്, എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, സീതയാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്ന സമയത്ത് അവിടെ ലക്ഷ്മണനുണ്ട്, വേണമെങ്കിൽ ലക്ഷ്മണനോട് പോയി നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. ഉടനെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോകുന്ന ശൂർപ്പണഖയെ നമ്മൾ നോക്കിയാൽ അറിയാം, അല്ലേ? ഒന്ന് നോക്കൂ, ഒരാളിൽ ആകൃഷ്ടനായിട്ടാണ് ആ സ്നേഹപ്രകടനം നടത്തുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് താല്പര്യമില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളെ ഏറ്റെടുക്കാൻ ആ നിമിഷം തന്നെ തയ്യാറാവുന്ന മനസ്സ്, അല്ലേ? ആ മനസ്സിനെ ചഞ്ചല ബുദ്ധിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേയും തൻ്റെ വശത്താക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഇന്നതിന് വേണം എന്ന് ചിന്തിക്കുന്നില്ല. അപ്പോൾ വശത്താക്കിയത് കാര്യമില്ല, അവരെ വിഴുങ്ങലാണ് പതിവ്. രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണഖ. രാവണൻ തന്നെ ഒട്ടനവധി ആൾക്കാരെ വിവാഹം കഴിച്ചു വെച്ചു. പക്ഷേ വിവാഹം കുറച്ചു കാലം കഴിഞ്ഞ് ആ ഭർത്താവിനെ പോലും വിഴുങ്ങുന്ന ആളായിട്ട് ശൂർപ്പണഖയെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരോട് തൻ്റെ സ്നേഹ അഭ്യർത്ഥന നടത്തുന്നു. അതിനുശേഷം ഒന്ന് ചിന്തിക്കാം നമുക്ക്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. നമ്മളായിട്ട് കുറച്ച് കാലത്തെ ബന്ധമുണ്ട്, നമ്മുടെ കൂടെ പല പ്രവർത്തനങ്ങൾക്കും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും വേറിട്ട് താമസിക്കുകയാണ്. ആ വേറിട്ട് താമസിക്കുന്നതിലൂടെ ഞാൻ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ ഭാര്യയെ ചെന്ന് കണ്ട് സംസാരിച്ച് മകനെയും സംസാരിപ്പിച്ച് അങ്ങയുടെ ജീവിതത്തിൽ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിക്കണം. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവരെ കാണുവാനോ അല്ലെങ്കിൽ അവരെവിടെയുള്ളതോ എന്ന് പരിചയപ്പെടുത്തുവാനോ തയ്യാറായില്ല എന്നുള്ളതാണ്.
ഇങ്ങനെ പല സന്ദർഭങ്ങളും പല ആൾക്കാരും നമ്മളോട് പറയുന്ന സമയത്ത്, കാരണം ഒരാളുടെ ഭാഗം മാത്രം കേട്ടതുകൊണ്ട് കാര്യമില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗം കൂടി നമുക്ക് കേൾക്കണം എന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് അവർ ഇദ്ദേഹത്തിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് അങ്ങനെ ഒരു ഉചിതമായ കാര്യങ്ങൾ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ മകന് വേണ്ട സാമ്പത്തിക വിദ്യാഭ്യാസത്തിന് വേണ്ട ഒരു കാര്യവും ഇദ്ദേഹം ചെയ്തു കൊടുക്കാറില്ല. അപ്പോൾ ഇദ്ദേഹം എപ്പോൾ നോക്കിയാലും സ്വന്തം കൃഷിഭൂമിയിൽ എന്തെല്ലാമോ നട്ടു വളർത്തുന്നുണ്ട്, അതെല്ലാം നശിച്ചു പോകുന്നുണ്ട്, ഒന്നിനും ലാഭം വിഹിതമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഈ പറയുന്ന മാതിരി അടി പിടിച്ച പായസം പോലെയാണ്. പായസം ഉണ്ടാക്കിയാൽ അതൊന്ന് അടി പിടിച്ചാൽ പിന്നെ ആ പായസം കഴിക്കുന്നവരെല്ലാം ആ പായസത്തിൻ്റെ മധുരമല്ല ഏറ്റവും കൂടുതലായിട്ട് പറയുക, അത് കരിഞ്ഞു പോയതിനെയാണ് പറയുക. അപ്പോൾ അങ്ങനെ സ്വന്തം ജീവിതത്തിൽ നമുക്ക് ഈ കരിഞ്ഞുപോയ ഭാഗങ്ങളെ മാത്രമാണ് ചിന്തിക്കുന്നത്. മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങളെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ടോ അദ്ദേഹം എല്ലാവരോടും പറയുന്നത് ധർമ്മത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം, നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യരുത്, ഒരാളെയും പഴിക്കരുത്, ഒരാളെയും മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെടുത്തരുത് എന്നെല്ലാം പറഞ്ഞിട്ടാണ് വാഗ്വാദങ്ങൾക്ക് മുന്നോട്ട് വരാറുള്ളത്. പക്ഷേ എന്നാലും ജീവിക്കാൻ സാമ്പത്തികം വേണമെന്ന് പറഞ്ഞാൽ ആ സാമ്പത്തികമൊക്കെ ഭഗവാൻ തന്നുകൊള്ളും എന്ന് പറഞ്ഞ് ആ ഭഗവാനെ പഴിചാരിക്കൊണ്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ തലക്കിട്ട് നമ്മൾ മിണ്ടാതിരിക്കലാണ് നമ്മുടെ ഏർപ്പാട്. അപ്പം ഇങ്ങനെ സംഭവിച്ച സമയത്ത് ഭാര്യയും മകനും, അതായത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും മകനും വേറെയാണ് താമസിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പം മകന് ജോലിയെല്ലാം കിട്ടി, സമ്പാദിച്ച് അത് അമ്മയ്ക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ആ മകൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇനി മേലാൽ ഇദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് അവരാരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു, എനിക്ക് ഒരു നല്ല താമസ സൗകര്യം ഉണ്ടാവണം, അതിന് എവിടെയാണ് സൗകര്യം ചെയ്യാൻ പറ്റുക, അതുപോലെ ക്ഷേത്രപൂജകൾ ഏറ്റെടുത്ത് ചെയ്ത് ക്ഷേത്രക്കാർ തന്നെ എനിക്കൊരു വീടും സൗകര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്താണ് നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അങ്ങനെയാണെന്ന് വെച്ചാൽ ആ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു മുറി കിട്ടിയാൽ പോരെ? നേരത്തെയും അദ്ദേഹം അതേപോലെ ചെയ്തിട്ടുണ്ട്. ഒരു മുറിയിൽ താമസിച്ചുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി ജീവിച്ചിട്ടുണ്ട്. പക്ഷെ പല അമ്പലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടോ അവിടുത്തെ കമ്മിറ്റിക്കാരുമായിട്ട് പിണങ്ങി തിരിച്ചു വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഇപ്പം ഞാൻ സംസാരിച്ചു, അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഉടനെ തന്നെ ഇങ്ങനെ ഒരു ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് വീടും സൗകര്യങ്ങളൊക്കെ ഉള്ളത് വേണം, എന്താ വെച്ചാൽ ഞാൻ ഭാര്യയും കുട്ടിയുമായിട്ട് വന്ന് താമസിക്കാനാണ്. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി, കാരണം ഒരു മാറ്റത്തിന് തയ്യാറായല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവരും സമ്മതിച്ചോ എന്ന് ഞാനൊരു വാക്ക് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവർ സമ്മതിച്ചിട്ടുണ്ട്, ഇപ്പോൾ അതൊക്കെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ സാമ്പത്തികം, എങ്ങനെയാണ് മാസം ശമ്പളം വേണ്ടത്, എങ്ങനെയാണ് വീടും സൗകര്യങ്ങളൊക്കെ വേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ, അല്ല അതിനെക്കുറിച്ച് ഒരു ധാരണയായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഫേസ്ബുക്കുകളിൽ ഡൈവേഴ്സ് ചെയ്ത ആൾക്കാരെല്ലാവരും അവിടെ ഒരു അപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നു, ഞാൻ ഡൈവേഴ്സിലേക്ക് പോകുന്ന ആളാണ്, എനിക്ക് ഭാര്യയും ഒരു കുട്ടിയുണ്ടായിരുന്നു, അപ്പോൾ അവരെ ഡൈവേഴ്സ് ചെയ്ത് മാറ്റി, അങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാർ മുഖചിത്രങ്ങൾ അവരുടെ ഫേസ്ബുക്കിലൂടെ വരാറുണ്ടത്രേ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അങ്ങനെ ഒരാളെ കണ്ടെത്തി, അപ്പോൾ അവർ എൻ്റെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു എന്ന് 4-5 പേര് പറഞ്ഞു, അതിലാരെങ്കിലും വിവാഹം കഴിച്ചുകൊണ്ട് എനിക്ക് താമസിക്കൽ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ നവമാധ്യമങ്ങളിലൂടെ കിട്ടുന്ന ഒരുപാട് നെഗറ്റീവ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് സത്യമാണോ അല്ലെങ്കിൽ നമ്മളെ ചതിക്കുകയാണോ എന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇന്നത്തെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഒരു നിമിഷം കൊണ്ട് പ്രണയം മാറി പോകുന്നത്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് രാമതത്വത്തിലേക്ക്, ഈ ശൂർപ്പണഖ ആഗമനത്തിലേക്ക് നമുക്ക് വീണ്ടും ചിന്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.